അപ്പോൾ മാം എങ്ങനെയാണ് അപ്പോൾ ഈ ഏജ്ഡ് ആയിട്ടുള്ളവരിൽ ഈ തെറാപ്പി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്? കെമിക്കൽ ചേഞ്ചസ് ബ്രെയിനിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കണം. കാരണം കുറച്ച് സിവിയർ ആയിട്ടുണ്ടാവും. അവർ അത്രയും അനുഭവിച്ചു വന്ന ട്രോമാസ്, ഇനി പാരമ്പര്യമായിട്ട് എന്തെങ്കിലും പേഴ്സണാലിറ്റി ട്രൈറ്റിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അങ്ങനെ മെൻ്റൽ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ, ഇങ്ങനെ കാറ്റഗറി ഉണ്ട്. ആ ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ, എവിടെയാണ് പ്രശ്നം. ചിലപ്പോൾ ഇവർ പറയുന്ന പ്രശ്നങ്ങൾ ഒരു സൈക്യാട്രി മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ കഴിയാവുന്ന സാധനങ്ങളായിരിക്കാം. ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഗേൾസിൽ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ കൂടുതലായിട്ട് കാണുന്നു. ഇപ്പോൾ ഒരുപാട് ആത്മഹത്യകളൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. എന്താണ് മാം ഈ ശരിക്കും ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനുള്ള റീസൺസ്? ആഫ്റ്റർ ഡെലിവറി നമുക്ക് ഉണ്ടാവുന്ന കെമിക്കൽ ചേഞ്ചസ് ആണ് ബ്രെയിനിലുള്ളത്. അവരുടെ ഉറക്കത്തിലെ പ്രശ്നങ്ങൾ വരാം, ഈ പറഞ്ഞ പോലെ ഫാമിലി ഇഷ്യൂസ്, അവരുടെ പാർട്ട്ണറായിട്ടുള്ള ഇഷ്യൂസ്, അവരുടെ പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് മെൻ്റൽ ഹെൽത്തിലുണ്ടെങ്കിൽ ഇതെല്ലാം ട്രിഗർ ചെയ്യാൻ ചാൻസസ് ഉണ്ട് ആ സമയത്ത്. പുറത്തുനിന്ന് കേൾക്കുമ്പോൾ സിമ്പിളായിട്ടാണ് തോന്നുന്നത്, പക്ഷേ ആ സ്ത്രീ ആ സമയത്ത് അനുഭവിക്കുന്ന ബോഡി പെയിൻ അതേപോലെ പെയിൻഫുള്ളാണ് നമ്മുടെ ഇമോഷണൽ പെയിനും. അപ്പോൾ മാം എങ്ങനെയാണ് അപ്പോൾ ഈ ഏജ്ഡ് ആയിട്ടുള്ളവരിൽ ഈ തെറാപ്പി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്? ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ കെമിക്കൽ ചേഞ്ചസ് ബ്രെയിനിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കണം. കാരണം കുറച്ച് സിവിയർ ആയിട്ടുണ്ടാവും. അവർ അത്രയും അനുഭവിച്ചു വന്ന ട്രോമാസ്, ഇനി പാരമ്പര്യമായിട്ട് എന്തെങ്കിലും പേഴ്സണാലിറ്റി ട്രൈറ്റിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അങ്ങനെ മെൻ്റൽ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ, ഇങ്ങനെ കാറ്റഗറി ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണാം. സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് ആ ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ, എവിടെയാണ് പ്രശ്നം. ചിലപ്പോൾ ഇവർ പറയുന്ന പ്രശ്നങ്ങൾ ഒരു സൈക്യാട്രി മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ കഴിയാവുന്ന സാധനങ്ങളായിരിക്കാം. അതല്ല ഫിസിക്കൽ ഇതിൽ മെൻ്റൽ ഹെൽത്തിന് റിലേറ്റഡ് ആയിട്ട്, അതല്ല അവർക്ക് ആദ്യം മുതലേ ഇമോഷൻസിലും അവർ തമ്മിലുള്ള ബന്ധത്തിലും നല്ല വേർപാട്, അതിലൊരു പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൗൺസിലിങ്ങിൽ കൂടെ ചെയ്യാവുന്നതാണ്. മെയിനായിട്ടും അവർക്ക് ഹെൽപ്ലെസ്നെസ് ആണ്. എന്നെങ്കിൽ ആർക്കും വേണ്ട, ഞാൻ വർത്ത്ലെസ് ആയി എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. ബട്ട് അവർക്ക് ആ സമയത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഭയങ്കരമായിട്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നവരുണ്ട് ഒരു 60 ഇയേഴ്സിന് ശേഷം. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. സ്പിരിച്വാലിറ്റിയിലേക്ക് മൂവ് ചെയ്യുന്നത് അലോങ് വിത്ത് തെറാപ്പി, അത് അത്യാവശ്യം നമ്മുടെ കോംപ്ലിമെൻ്ററി തെറാപ്പി പോലെ കോൺസ്റ്റലേഷനോ അതുപോലത്തെ യോഗ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ട്രമെൻഡസ് ചേഞ്ചസ് വരുത്തുന്നുണ്ട്. പിന്നെ മാം നമ്മൾ ഈ കപ്പിൾ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ട്, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിൽ പോലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഗേൾസിൽ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ കൂടുതലായിട്ട് കാണുന്നു. പിന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരുപാട് ആത്മഹത്യകളൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. എന്താണ് മാം ഈ ശരിക്കും ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനുള്ള റീസൺസ്? എങ്ങനെയായിരിക്കാം അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക ഈ കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഈ യൂത്ത് ആയിട്ടുള്ളവർക്കൊക്കെ? പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഫ്റ്റർ ഡെലിവറി നമുക്ക് ഉണ്ടാവുന്ന കെമിക്കൽ ചേഞ്ചസ് ആണ് ബ്രെയിനിലുള്ളത്. പ്രത്യേകിച്ചും മുലയൂട്ടുന്ന അമ്മ ആഫ്റ്റർ ഡെലിവറി ഓക്സിറ്റോസിൻ ഹൈ ആയിരിക്കും അവർക്ക്. അതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് ഒരു വേറെ ഒരു കുട്ടിയും കൂടെ വരികയാണ്. അവരുടെ ഉറക്കത്തിലെ പ്രശ്നങ്ങൾ വരാം, ഈ പറഞ്ഞ പോലെ ഫാമിലി ഇഷ്യൂസ്, അവരുടെ പാർട്ട്ണറായിട്ടുള്ള ഇഷ്യൂസ്, അവരുടെ പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് മെൻ്റൽ ഹെൽത്തിലുണ്ടെങ്കിൽ ഇതെല്ലാം ട്രിഗർ ചെയ്യാൻ ചാൻസസ് ഉണ്ട് ആ സമയത്ത്. ഓക്കെ, ഇതിൽ എന്തെന്നാ നമുക്ക് ട്രിഗർ ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. ചിലർ ആ സമയം എങ്ങനെയെങ്കിലുമൊക്കെ കടന്നു പോകും. എൻവറോൺമെൻറ്റിൽ നിന്ന് ഒരു എക്സ്ട്രാ സ്റ്റിമുലീസിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ അവരെങ്ങനെയെങ്കിലും കടന്നു പോകും. ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു സംഭവം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ഓൾറെഡി ഡൈവോഴ്സ് ആയിട്ട് വന്നേക്കുന്നവരാണ്. അപ്പോൾ കുട്ടിക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒരുമിച്ച് പുറത്ത് പോകണം, കുട്ടിക്ക് മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കരുത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇൻസായിട്ടുള്ള കപ്പിൾസ് ആയിരുന്നു. ആ കപ്പിൾ വന്നിട്ട് പറഞ്ഞത് കുറേ ലോജിക്കലായിട്ടുള്ള കാര്യം പറഞ്ഞു. പെട്ടെന്ന് നമുക്കൊരു സാധാരണ മനുഷ്യന് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ലോജിക്കലായിട്ട് തോന്നില്ല. ഞാൻ പോസ്റ്റ്പാർട്ടം അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറി എനിക്ക് ഇത്രയും പെയിൻ എടുത്തിരിക്കുന്ന സമയത്ത്, കുട്ടീനെ നോക്കുന്ന സമയത്ത് ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നത്, ഞാൻ എന്തോ ചോറും കറിയും എടുത്തു തരാൻ പറഞ്ഞിട്ട് അവരത് മറന്നു. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് പോലും അനങ്ങാൻ പറ്റാത്ത എനിക്ക് അത് കൊണ്ടുവന്ന് തന്നില്ല. ഓക്കെ, പുറത്തുനിന്ന് കേൾക്കുമ്പോൾ സിമ്പിളായിട്ടാണ് തോന്നുന്നത്, പക്ഷേ ആ സ്ത്രീ ആ സമയത്ത് അനുഭവിക്കുന്ന ബോഡി പെയിൻ, ചിലപ്പോൾ അവരുടെ ആഫ്റ്റർ ഡെലിവറി എന്തെങ്കിലും സ്റ്റിച്ചസോ കാര്യങ്ങളോ സിസേറിയനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കാം. അതേപോലെ പെയിൻഫുള്ളാണ് നമ്മുടെ ഇമോഷണൽ പെയിനും. ഇതിലെന്ത് പെയിനാണ് എന്നുണ്ടെങ്കിൽ
ആ പെയിൻ്റെ ഇൻറ്റൻസിറ്റിയിലാണ് അവരുടെ ബ്രെയിനും ശരീരവും ആ ഇൻസിഡൻ്റ് എടുക്കുന്നത്. പിന്നെ അതിൽ നിന്ന് ഭയങ്കരമായൊരു പക റിവഞ്ച് ഒക്കെ ഉണ്ടല്ലോ. ശരിക്കും പാർട്ട്ണറോ അല്ലെങ്കിൽ ആ സമയത്ത് ആരാണ് അനുഭവിപ്പിക്കുന്നത്, മേ ബി ഹസ്ബൻഡിൻ്റെ വീട്ടുകാരായിരിക്കാം, അവരുടെ സ്വന്തം വീട്ടുകാരായിരിക്കാം, അത് ഭയങ്കരമായിട്ട് അവരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ആ സമയത്ത് അവർ ദേ ആർ സോ വീക്ക് ഓൺ ദാറ്റ്. ഏറ്റവും കൂടുതൽ നമ്മുടെ തലമുറയിൽ അവർ പ്രസവിച്ചു പോയില്ലേ, ഇതൊക്കെയാണ് സാധാരണ സ്ത്രീകളോട് പറയേണ്ടത്, അവർ പ്രസവിച്ചു പോയില്ലേ. അതല്ലാതെ കറക്റ്റ് ഇനി പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്നില്ലെങ്കിലും ഞാൻ പറയാം ബിഫോർ ഡെലിവറി എങ്ങനെയായിരിക്കും, ഡ്യൂറിങ് ആ ഒരു പ്രഗ്നൻസി ടൈം, ആഫ്റ്റർ ഡെലിവറി, എല്ലാം അതൊരു അവെയർനെസ് പോയി കൗൺസിലിംഗ് സെഷൻസ്, സൈക്കോതെറാപ്പിയുടെ അല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ഒരു കൗൺസിലിംഗ് സെഷൻസ് അത്യാവശ്യം അതിൽ അറിവുള്ളവരെ പോയി കണ്ട് എന്തൊക്കെ കുട്ടിക്ക് ചെയ്യേണ്ട കുറേ ക്ലാരിഫിക്കേഷൻ. നമ്മൾ മനുഷ്യനല്ലേ, നമുക്ക് എന്തെല്ലാം ഡൗട്ട്സ് ഉണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലാരിറ്റി വരുത്താം. അതുപോലെ തന്നെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുള്ള പെൺകുട്ടികൾക്ക്, ഇത് പെൺകുട്ടികൾക്ക് മാത്രം വരുന്ന ഒരു അസുഖമാണല്ലോ. ഇത് വരുന്ന ഇപ്പം ഓഫ് കോഴ്സ് മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എപ്പോഴും പറയുമ്പോഴും നമ്മൾ ബേസിക്കലി പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ വീട്ടിൽ സപ്പോർട്ട് കൊടുക്കണം, സൊസൈറ്റിയിൽ സപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെ, ആർക്കാണോ പ്രോബ്ലം ഉള്ളത്. അപ്പോൾ ഈ എങ്ങനെയായിരിക്കാം ഈ ഒരു സപ്പോർട്ട്, അതായത് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ട്ണർക്ക് എങ്ങനെയായിരിക്കും ഈ ആൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുക? അവിടെ ബ്രിസ്റ്റു നല്ലൊരു വേറൊരു ബ്ലോക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പോസ്റ്റ്മോർട്ടം സ്ത്രീകൾക്ക് മാത്രമല്ല, പോസ്റ്റ്മോർട്ടം ഇൻ മെന്നും ഉണ്ട്. അതാരും അവെയർ അല്ലാത്തൊരു കാര്യമാണ്. ആ മെയിലിൻ്റെ ഭാഗമേ ആൾക്കാർ ശ്രദ്ധിക്കില്ല. സ്ത്രീ പ്രസവിക്കുന്നു, സ്ത്രീ കഷ്ടപ്പെടുന്നു, അതേപോലെ പുരുഷനും മെൻ്റലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ബട്ട് സമൂഹത്തിന് ഇപ്പോഴും അത് അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ എന്തിനാ പുരുഷന് മെൻ്റൽ സ്ട്രഗിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്, അതുവരെ അവരുടെ എണ്ണ അവരുടെ കൂടെയായിരുന്നു. ഓക്കെ, പെട്ടെന്ന് ഒരു ഡിറ്റാച്ച്മെൻറ്റ്, മര്യാദക്ക് ഫങ്ഷനിലുള്ള ഫാമിലിയിൽ പെട്ടെന്നൊരു ഡിറ്റാച്ച്മെൻറ്റാണ് അവർക്ക് വരുന്നത്. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ മെയില് എപ്പോഴും ഫാമിലി പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു കൺസെപ്റ്റിലാണ് ഇപ്പോഴും ഭൂരിഭാഗം നിൽക്കുന്നത്. കുറച്ചാണ് നമ്മളെ സ്ത്രീകൾ ഇപ്പോൾ പുറത്ത് വന്ന് തുടങ്ങിയത് ജോലി എടുത്തിട്ട്. ഈ മെയില് തന്നെ ഫൈനാൻഷ്യൽ ബാധ്യതകൾ അവർക്ക് കൂടിയാണ്. സാമ്പത്തികമായ ഇഷ്യൂസ് അവർക്ക് കൂടുന്നതിൻ്റെ ഒപ്പം തന്നെ ഫ്യൂച്ചറിൽ എന്താവും, ഇതെങ്ങനെ ചെയ്യണം, കുട്ടിയുടെ ഓരോ സെറ്റിങ്സ്, ഡെലിവറിക്ക് പോകേണ്ട കാര്യം, അത് കഴിഞ്ഞിട്ടുള്ളത് എല്ലാം കൂടി ആ സമയത്താണ് വൈഫിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നു, വൈഫിൻ്റെ ഈ ഒരു സംഭവങ്ങൾ കാണുന്നു, ക്യാരക്ടർ ചേഞ്ചസ് കാണുന്നു, സമൂഹത്തിൽ നിന്നുള്ള ഒരു വേറെ പെർസെപ്ഷൻ, ഫാദർ ആയല്ലോ, പല സിനാരിയോസ് ഉണ്ട് അതിൽ. എത്രയോ മെയിലാണെന്നറിയോ പോസ്റ്റ്മോർട്ടം എഫക്റ്റഡ് ആയിട്ടുള്ളത്. ഡെഫിനറ്റ്ലി ഡ്യൂറിങ് പ്രഗ്നൻസി, ആഫ്റ്റർ ഡെലിവറിയൊക്കെ സെക്ഷൽ ഇൻട്രാക്ഷനും വൈഫിനായിട്ട് പറ്റില്ല. അപ്പോൾ ബയോളജിക്കൽ ഫ്രസ്ട്രേഷൻ, അതാണ് ഫസ്റ്റ് തന്നെ മെയിലിന് ഡൗൺ ആക്കുന്ന ഒരു സംഭവം ഭൂരിഭാഗം ആണുങ്ങളിലും. അപ്പോൾ ഇതൊക്കെ തന്നെ മതി ഒരാൾ കംപ്ലീറ്റ്ലി ലാക്ക് ഓഫ് സെക്ഷൽ ഇൻട്രാക്ഷൻ, അതുപോലെ തന്നെ ആ ഒരു എണേനായിട്ടുള്ള ഒരു അകൽച്ച, പിന്നെ അതുപോലെ തന്നെ സമൂഹത്തിലുള്ള എല്ലാ റിലേറ്റീവ്സും എല്ലാ ആൾക്കാരെയും ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി കൂടുന്നു. ഇമ്മച്യൂർ ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്സ്, അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് കൊണ്ട്, ഇപ്പം ഇമ്മച്യൂർ ആണെങ്കിൽ തന്നെ ഓഫ് കോഴ്സ് അവർക്ക് സെക്യൂരിറ്റി കാര്യങ്ങൾ എങ്ങനെ റീച്ച് ചെയ്യണമെന്ന് എങ്ങനെ റീച്ച് ചെയ്യണമെന്ന് അറിയണ്ടാവില്ലായിരിക്കും. സോ ഓഫ് കോഴ്സ് പ്രഗ്നൻസി വരുന്നു, പിന്നെ അത് അബോർട്ട് ചെയ്യുന്നു, അതുകൊണ്ടുണ്ടാകുന്ന കുറ്റബോധം, ഗിൽറ്റ് ഫീലിംഗ്, ഇതൊക്കെ എല്ലാവരിലും ഭയങ്കരമായിട്ട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. കുട്ടികളിൽ മാത്രമല്ല, പേരൻസ് അത് അറിഞ്ഞു കഴിയുമ്പോൾ പേരൻസിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. സോ ഇതൊക്കെ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളിലേക്ക് അനുഭവിക്കുന്നുണ്ട്. എക്സാമ്പിളാണ് ഡിപ്രഷൻ ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെയാണ് മാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുക? ഇത് ഹെൽത്തി അല്ലാത്ത സെക്ഷൽ റിലേഷൻഷിപ്പ് എല്ലാവർക്കും അറിയാം, പല അസുഖങ്ങൾ വരുത്തും. നമുക്ക് ഫിസിക്കലി തന്നെ ആദ്യം ചിന്തിക്കാം. ഞാനത് പറഞ്ഞ പോലെ പാസ്റ്റ് ട്രോമാസിൻ്റെ ഒക്കെ ബേസിസിലാണ് ഇമ്പൾസീവ് ഒരു സെക്സ് സംഭവങ്ങളിലേക്ക് ഈ മെയിലായാലും ഫീമെയിലായാലും പോണത്. ഇതിൽ തന്നെ പ്രഗ്നൻസി വരുന്ന കുട്ടികളുണ്ട്. ഓക്കെ, ഈ പ്രഗ്നൻസി വന്നിട്ട് ഏറ്റവും വലിയ ട്രോമ, പ്രഗ്നൻസി ആകുന്നതേ ബിഫോർ മാരേജ് ഇപ്പോഴത്തെ നമ്മൾ സിസ്റ്റം വെച്ചിട്ട് കുറച്ച് പ്രശ്നമാണ്. അത് മാലാഡാപ്റ്റീവ് ഇഷ്യൂസിൽ പെടുന്നതാണ് അതിൽ. അങ്ങനെ വരുന്നത് പോരാണ്ട് തന്നെ ഒരു അബോർഷൻ സാധനങ്ങൾക്ക് പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന മെൻ്റൽ ട്രോമ ഫ്രം ദ ഹോസ്പിറ്റൽ. ഐ എം നോട്ട് സെയിങ് എവ്രി വൺ,
നല്ല ഗൈനക്കോളജിയും നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കുറച്ച് കണ്ടതിൽ ഒട്ടുമിക്ക കുട്ടികളും അവർ മാരേജ് കഴിഞ്ഞിട്ടില്ല, ആ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഫാമിലി അറിഞ്ഞതിനേക്കാൾ ഉപരി അവർക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ട്രോമ ഉണ്ടല്ലോ, അതാണ് അവരെ കുറേ ഷൗട്ട് ചെയ്ത് കുറേ കാര്യങ്ങളാക്കി. അതിനെനിക്ക് തോന്നുന്നു മാസങ്ങൾ എടുത്തിട്ടുണ്ട് അത്യാവശ്യം കുട്ടികൾ സർവൈവ് ചെയ്യാൻ ആയിട്ട്. പിന്നെ സെക്കൻഡ് കാറ്റഗറി സിവിയർ ഗിൽട്ട്. എൻ്റെ ആദ്യത്തെ കുട്ടിയാണ് പോയത്. ഒരമ്മയല്ലേ, സ്ത്രീ എത്രയായാലും ഒരു അമ്മയാണ്. ആ കുഞ്ഞ് എനിക്ക് മിസ്സായി, എനിക്കിങ്ങനെ കുട്ടികളുണ്ടാവുമോ, എന്ത് നല്ല ആ കുട്ടി, ഞാൻ എന്താ അത് ചെയ്തത്, ഞാനത് കുറേ തോട്ട്സ് ഉണ്ട് അതിൽ കേട്ടോ. സിവിയർ ഗിൽട്ട്, ഇറ്റ് വിൽ ബി ദ കോർ ഇമോഷൻ. അവരുടെ എത്ര അവർ ഓക്കെ ആയി ഇനി അടുത്ത പാർട്ട്ണറോട് തുറന്നു പറഞ്ഞ് എങ്ങനെ അവർ മാരേജിലേക്ക് പോയാലും ശരിക്കുള്ള തെറാപ്പി സെഷൻസ്, ശരിക്കുള്ള സംഭവങ്ങൾ കഴിഞ്ഞില്ലെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് ബാധിക്കും അത് ഫാമിലി ലൈഫിനെ. ഇത് ടത്തിൽ കിടക്കുന്ന കോർ ഇമോഷനാണ്. എൻ്റെ ആദ്യത്തെ കുട്ടി പോയി. ഞാൻ ചീത്ത ആയതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചേ, ഞാൻ ചീത്തയാണ്. ഇതൊക്കെ കുട്ടികൾ മര്യാദക്ക് ഫങ്ഷനുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾ വളരെ റയറാണ്. ഡിസ്ഫങ്ഷനിൽ നിന്ന് വരുന്ന ഫാമിലീസിനാണ് നമ്മൾ ആദ്യം കുട്ടികളെ ബ്ലെയിം ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമ്മളത് ചിന്തിക്കുക ആരാണ് അതിൻ്റെ കോസ് എന്നുള്ളത്. ആ കുട്ടികൾക്ക് അവിടെ കിട്ടാനുള്ളത് ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ പാരൻസിനോട് ചോദിക്കും, ഞങ്ങൾക്ക് കിട്ടാത്തൊക്കെ കുട്ടികൾ കൊടുത്തിട്ടും പോരാന്നോ? മനസ്സിലായില്ലേ? അവരുടെ പാരൻസിനോടും ചോദിക്കുമ്പോൾ അവർക്ക് കിട്ടാത്തത് തന്നെയാണ്. അതിങ്ങനെ ജനറേഷൻ മാറി മാറി വരും. അതാണ് നമുക്ക് ബ്രീച്ച് ചെയ്യേണ്ടത്. ഓക്കെ മാം. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരുന്നു. നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ അഡോളസൻ കാലഘട്ടം മുതൽ അല്ലെങ്കിൽ അവൻ വളർന്നു വരുന്ന കാലഘട്ടം മുതൽ വാർദ്ധക്യ കാലഘട്ടം വരെ നമ്മുടെ റിലേഷൻഷിപ്സിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം, എങ്ങനെയൊക്കെയാണ് ആ പ്രോബ്ലംസ് നമ്മൾ നേരിടേണ്ടത്, എവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി, വളരെ രസകരമായിട്ട് മാം അതിൻ്റെ സൈക്കോളജിക്കൽ സൈഡ് കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മാം ഒരുപാട് താങ്ക് യു മാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ കൂടുതൽ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ബൈ ബൈ.